അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുഷ്പ 2ന്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ 4 മണിക്കാണ് 4 മണിക്കുള്ള ഷോയ്ക്കാണ് പോയിരുന്നത്. ഞാനും ഷിയയും കൂടെ രാവിലെ പുഷ്പ കാണാൻ പോയി. ശെന്തളിയ അതിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു വലിയ കഥ തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ റിവ്യൂയിലേക്ക് കടക്കാം. ഈ പുഷ്പ 2 എടുക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ട് 2 എന്ന് പറയുന്നത് ഭയങ്കര എന്ന് വെച്ചാൽ ചില പടങ്ങൾ മാത്രമേ അത് പാർട്ട് 2 ആയിട്ട് എടുക്കേണ്ട കാര്യമുള്ളൂ. ചിലത് പാർട്ട് 2 എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റിനെ കൂടെ അത് എഫക്ട് ചെയ്യും. അപ്പൊ അതുപോലൊരു സിനിമയാണ് ഇപ്പൊ പുഷ്പ 2 എന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പൊ വേറെ കാര്യമുണ്ട്, ഷിയ പിന്നെ തിയേറ്ററിൽ ഇരുന്ന് നല്ല രീതിയിൽ ഉറങ്ങി. പക്ഷെ ഞാൻ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടില്ല. എന്റെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. എന്നിട്ട് ഷിയ ഇവിടെ വന്ന് കിടന്നും പിന്നെ അതിന്റെ ക്ഷീണം കൊണ്ട് ആ പുഷ്പ 2 ഇച്ചിയെങ്കിലും കണ്ടതിന്റെ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുവാണ്. അപ്പൊ എന്തായാലും അതിന്റെ റിവ്യൂയിലേക്ക് കടക്കാം. അപ്പൊ പുഷ്പ 2വിനെ കുറിച്ച് പറയുവാണെങ്കിൽ, 4 മണിക്കത്തെ ഷോയാണ് ഇന്ന് നമ്മൾ കണ്ടത്. എന്റെ പൊന്നളിയ ഫുള്ളായിരുന്നു കേട്ടോ. കാര്യം ഈ എല്ലാവരും തന്നെ ഈ ഉറക്കവും കളഞ്ഞിട്ട്, ഞങ്ങൾ ഉൾപ്പെടെ ഉറക്കവും കളഞ്ഞിട്ട് ഈ 4 മണിക്ക് വന്നിരിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. കാര്യം അതിന്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. കാര്യം നമ്മൾ ടി വിയിൽ വരുമ്പോ കണ്ടാൽ മതിയായിരുന്നു. അത്രയും വേസ്റ്റ് ആയി പോയി. അപ്പൊ പറയാനുള്ളതെന്ന് വെച്ചാൽ പുഷ്പ 1നെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ അതൊരു രക്ഷയില്ലായിരുന്നു. അടിപൊളി പടമായിരുന്നു. എല്ലാ ഇമോഷണലി ആയിക്കോട്ടെ, എല്ലാം അതിനകത്തെ എല്ലാ സീൻസും അടിപൊളിയായിരുന്നു. എല്ലാം നല്ല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എല്ലാ ഒരു ഇത് എന്താണെന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാല്. കാര്യം അത് ഏത് ലാംഗ്വേജിലായിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഏതൊരു ലാംഗ്വേജിലാണെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു ഫസ്റ്റ് പുഷ്പ എന്ന് പറയുന്നത്. പുഷ്പ 2 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പുഷ്പ 2 എന്ന് പറയുന്ന ഫാൻസിന് പോലും ഒരു രക്ഷയില്ല. അത് കണ്ടവർക്കറിയാം, ഫാൻസ് വരെ വെറുത്തു പോകുന്ന രീതിയിലാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. അതിനകത്ത് പിന്നെ ജപ്പാൻകാരെന്ന് പറഞ്ഞ് 2-3 പിന്നെ എന്താണ് നേപ്പാളികളെ വിളിച്ച് ടാറ്റു അടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്കൊന്നും മനസ്സിലാകത്തില്ലെന്നാണ് ഇവന്മാരുടെയൊക്കെ വിചാരം. എന്റെ മോനെ, എന്തായിരുന്നു ഈ സിനിമയുടെ ഓപ്പണിംഗ് സീൻ എന്ന് പറയുന്നത്? ഒരു സിനിമയുടെ ഓപ്പണിംഗ് സീൻ എന്ന് പറയുന്നത് ഇതല്ല. പാർട്ട് 1 ഇത്രയും സക്സസ്ഫുൾ ആയ ഒരു പടത്തിന്റെ ഓപ്പണിംഗ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. ബട്ട് അതുപോലെ ഈ പുഷ്പ 2വിന്റെ ഓപ്പണിംഗ് സീൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു രീതിയിൽ, അതും പാർട്ട് 1നെ അപേക്ഷിച്ച് ഈ 2 എടുക്കുമ്പോൾ അതിന്റെ ഓപ്പണിംഗ് സീൻ എന്ന് പറയുന്നത് ഇത്രയും തല്ലിപ്പൊളിയാണെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ ഡയറക്ടറെ എടുത്തു പറയാനുള്ളത്, നിങ്ങളെ നമിച്ചിരിക്കുന്നു, പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ പടം തുടങ്ങി ജപ്പാനീസിന്റെ ആ ഒരു സീനെല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്ത സെക്കൻഡ് ഇതിൽ വരുന്ന ഫഹദിന്റെ സീനാണ്. എന്തായാലും അല്ലു കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിക്കാം. ഇനി അടുത്ത ഒരു തത്രപ്പാടിലാണ് നമ്മുടെ ഫഹദ് നിൽക്കുന്നത്. അതെന്താവുമെന്ന് നോക്കാന്ന് വിചാരിച്ചു. ഏകദേശം നമുക്ക് ഉറപ്പായി പടം കയ്യിൽ നിന്ന് പോയെന്നുള്ള കാര്യം. പക്ഷെ ഫഹദിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഫഹദെങ്കിൽ ഫഹദ്, പൊന്നളിയ വെറുപ്പിക്കലിന്റെ എൻഡ്. നമ്മൾ ഇതുവരെ കണ്ട ഫഹദ് ഫാസിലല്ല അതിനകത്തുള്ളത്. കാര്യം ഫഹദ് ഫാസിലിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. മറ്റേ ആ കയ്യത്ത് ദൂരത്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഒരു നല്ല ഫിലിംസ് ഒക്കെ നമ്മള് ഫഹദ് ഫാസിലിനെ അത്രയും ഒരു എന്താ പറയാ, പുള്ളിക്കാരൻ കണ്ണുകൊണ്ട് പോലും അഭിനയിക്കും എന്നുള്ള ഒരു ഇതാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. അപ്പൊ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല ഫഹദ്. അതുകൊണ്ടാണ് നമ്മള് ഫഹദിലൊരു പ്രതീക്ഷ. ഫഹദ് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വെറുപ്പിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞ ഈ ഫിലിം എന്ന് പറയുന്ന പാർട്ട് 2 ഈ ഫസ്റ്റിനെ അപേക്ഷിച്ച് കുട്ടികളെ കുളിപ്പിച്ച് ഇല്ലാണ്ടാക്കുമെന്ന് പറയുന്ന കേട്ടില്ല. അതുപോലെ എങ്ങാണ്ട് എടുത്ത പടമാണെന്ന് അറിയത്തില്ല. പാർട്ട് ഫസ്റ്റ് നല്ല രീതിയിൽ ഓടിയപ്പോ അതിനേക്കാളും നന്നാക്കാൻ നോക്കിയപ്പോ സംഭവിച്ചു പോയതാണെന്നും അറിയത്തില്ല. കാര്യം കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാണ്ടാക്കിയെന്ന് പറഞ്ഞ അവസ്ഥയായത്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റിനെ അപേക്ഷിച്ച് ഭയങ്കര ഓവർ നന്നാക്കിയതാണ് കുളമായി പോയത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അല്ലു അർജുൻ എത്രത്തോളം നമ്മളെ ഈ ഫിലിമിൽ വെറുപ്പിച്ചോ അതിന്റെ ഡബിൾ ഇരട്ടിയാണ് ഫഹദ് ഫാസിൽ ഈ സിനിമയെ വെറുപ്പിച്ചിരിക്കുന്നത്. ഗാവത് സാർ ശരിക്കും വെറുപ്പിച്ചു കളഞ്ഞു, ഉള്ള കാര്യം പറയാലോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് ഹാഫിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് സംശയം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നേപ്പാളികളെ കൊണ്ടുവന്നിട്ട് ഫുള്ള് ജപ്പാൻകാരനാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണോ ഈ ഫുള്ള് ടാറ്റു അടിച്ചോട്ടാണല്ലോ വന്നിരിക്കുന്നത് ഇവന്മാരെല്ലാം.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ നഖത്തിന് മേളിൽ വരെ ടാറ്റു ഉണ്ടായിരുന്നു. പുഷ്പ KGF-ലെ ക്യാരക്ടറിനെക്കാളും അടിപൊളിയാക്കാനാണ് ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KGF-ലെ റോക്കി ബായ് ചെയ്തതിനേക്കാളും നല്ല രീതിയിൽ ചെയ്യാനാണ് നമ്മൾ ഈ പുഷ്പ നോക്കിയത്. അത് ഏകദേശം ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മുടെ KGF-ൽ ചെയ്ത ആ ഒരു സെയിം ക്യാരക്ടറിലേക്കാണ് നമ്മുടെ ഈ പുഷ്പ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് പുഷ്പയുടെ റൂളാണ് ഈ ഫിലിമിൽ മൊത്തം ഉള്ളതെന്ന് പറഞ്ഞ് പുഷ്പ റൂൾ എന്നും പറഞ്ഞ് കുറെ ഇങ്ങനെ പറഞ്ഞ് സെറ്റ് ആകുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം, നമ്മുടെ പുഷ്പച്ചേട്ടൻ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് തീരാൻ നേരത്ത് നല്ല രീതിയിൽ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടായ കാര്യം ഇനിയെങ്കിലും നല്ല രീതിയിലാവും. കാര്യം ഫസ്റ്റ് ചില മിക്ക പടങ്ങളും അങ്ങനെയാണല്ലോ, ഫസ്റ്റ് ഹാഫ് വെറുപ്പിച്ച് പണ്ടാരം അടങ്ങിയിട്ട് സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയി അടിപൊളിയാക്കി കളയുന്ന ഒരുപാട് ഫിലിമുണ്ട്. അതുപോലെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇനിയായിരിക്കും കഥയുടെ തുടക്കം, അല്ലെങ്കിൽ ഇനിയായിരിക്കും അടിപൊളിയാവുന്നതെന്ന് പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ. അപ്പൊ എന്തായാലും എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് കുറച്ചെങ്കിലും അതിനകത്ത് സ്ക്രീനിലേക്ക് നോക്കാനും ആ സിനിമയൊന്ന് കണ്ടിരിക്കാനും തോന്നിയെന്ന് പറയുമ്പം അവരുടെ അഭിനയമാണ്. ലക്ഷ്മിക മന്ദാര എന്ന് പറയുന്ന അവരുടെ ഒരു സീനൊക്കെ ആയിരുന്നു. കാര്യം അവര് കഴിഞ്ഞ പുഷ്പ 1-ൽ അഭിനയിച്ചതിനേക്കാളും കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് നമ്മൾക്ക് ഇതിനകത്ത് കിട്ടി. കാര്യം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ വലിയൊരു സുമാറില്ലായിരുന്നു, പക്ഷെ ഇതിനകത്ത് കുറച്ചെങ്കിലും ഇച്ചിരി കഴിഞ്ഞത് അഭിനയിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാവാം കുറച്ചെങ്കിലും ഇച്ചിരി കൂടെ നന്നായിട്ടുണ്ട്. അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ ഒരു ഇച്ചിരി നല്ലത്. വേറെ വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ അതൊക്കെയാണ് കണ്ടിരിക്കാനായിട്ട് തോന്നിയത്. പിന്നെ ഫസ്റ്റ് ഹാഫ് തീരാൻ പെട്ട പാട് എന്റെ പൊന്നളിയ നല്ല ലാഗായിരുന്നു കേട്ടോ. ആ തീരാൻ പെട്ട പാട് നമുക്ക് തന്നെ അറിയാം. ഇതിനകത്ത് കുറെ പാട്ട് കുത്തിക്കയറ്റിയിട്ടുണ്ട്. എന്തിനാണ്, എവിടെയാണ്, എങ്ങനെയാണ് ഈ പാട്ട് സീനൊക്കെ വെറുതെ വെച്ചേക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. കാര്യം ആവശ്യമില്ലാതെ കുറെ പാട്ട് സീൻ കയറ്റിയിട്ടുണ്ട്. അത് എവിടെയാണ് എന്താണെന്നൊന്നും മനസ്സിലാക്കാത്ത ഇടക്ക് കുത്തി പുട്ടിന്റെ ഇടയിൽ തേങ്ങ ഇടുന്ന പോലെ കുത്തി പാട്ടിടുന്നുണ്ട്. ഇഷ്ടം പോലെ പാട്ടാണ് ഇതിനകത്ത്. ഒരു പാട്ട് എഴുതി വെച്ചിരിക്കുന്നത് കേൾക്കണം. എന്താണ്, വല്യച്ഛന്റെ കൂടെ, അമ്മാവന്റെ കൂടെ, നാട്ടുകാരന്റെ കൂടെ ഫോട്ടോ, അമ്മാവന്റെ കൂടെ ഫോട്ടോ, വല്യച്ഛന്റെ കൂടെ ഫോട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട്. അതെന്തായാലും നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പാട്ട് ഫസ്റ്റില് അതിനകത്ത് പാട്ടെന്ന് പറയുന്നത് കുഴപ്പമില്ലായിരുന്നു, നല്ല കണ്ടിരിക്കാനൊക്കെ കൊള്ളായിരുന്നു, നല്ല അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ പാട്ട് സീനില് പുഷ്പ കളിക്കുന്ന ഒരു ഡാൻസ് ഉണ്ടല്ലോ, അത് ഇന്നലെ ഞാൻ അതിന്റെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ TV-യിൽ കണ്ടോണ്ടിരുന്നപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവരെന്തോ കാണിക്കുന്ന അല്ലു അർജുൻ എന്ത് അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്ന, എന്താണ് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാവുന്നതിന്, എന്തെങ്കിലും നല്ല ഇച്ചിരി നല്ല അടിപൊളി ഒരു നല്ല രസമുള്ള കാണാൻ നല്ല ഇതാട്ടോ. ഇതൊരുമാതിരി ഞൊണ്ടനെ പോലെ ഇങ്ങനെ വെച്ച് എന്തോ ഇത് ഒരു ഭയങ്കര ഒരു വെറുപ്പിക്കലായി പോയി കേട്ടോ. ഇന്നലെ ഞാനത് കണ്ടപ്പോ ഷിയാനോട് പറഞ്ഞു, എന്തുവാ ഇവൻ കാണിക്കുന്നത്, ഇവനിക്ക് എന്ത് നന്നായിട്ട് സ്റ്റെപ്പൊക്കെ ഇടാൻ അറിയാം, ഇവനെന്തോ കാണിക്കുന്ന കാലിന് വയ്യാതെ മുടം തൊള്ളയാളിക്കുന്ന പോലെ കാലിങ്ങനെ നീക്കിക്കൊണ്ട് എന്ത് ഭയങ്കര ബോറായിട്ട് ഒന്നും പറയണ്ട. പിന്നെ ഈ സീനിലൊക്കെ എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്കിലും വരുമെന്ന് വിചാരിച്ചു, പക്ഷെ അതും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞ എന്താണ് പുഷ്പ? എന്റെ പൊന്നളിയ, പുഷ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് രക്തചന്ദനം, ഈ അങ്ങനെയുള്ള ഒരു സംഭവമാണ് നമ്മുടെ മൈൻഡിലേക്ക്. പക്ഷെ ഇതിനകത്ത് ഒരുമാതിരി ബാലരമയിലെ വിക്രമനും മുത്തും പോലെ ആയിപ്പോയെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് വേറൊരു സീനുണ്ട്, കല്യാണം വിളിക്കാൻ വരുന്ന ഒരു സീനുണ്ട്. ആ സീനിനകത്ത് ഇങ്ങനെ ഞാൻ ഇന്ന ദിവസം കല്യാണം വിളിക്കാൻ വന്നയാ, പക്ഷെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ പുഷ്പ ഒന്നില്ലെങ്കിൽ ആ കല്യാണം അങ്ങ് മാറ്റി വെക്കുന്നു. വേറൊരു കാര്യം പറഞ്ഞാൽ ഇത്രയും നല്ല ബഡ്ജറ്റിൽ ചെയ്ത ഒരു ഫിലിമാണിത്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ആ ലാസ്റ്റ് ഒരു പുഷ്പയുടെ കുറച്ച് കരച്ചിൽ സീനുണ്ട്, അതിലെങ്കിലും എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇനി അതിന് ആ കരച്ചിൽ സീൻ വെച്ചതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അത്രയും മോശപ്പെട്ട പടം. കാര്യം ഇങ്ങനെ ഈ അടുത്തൊന്നും ഇതുപോലൊരു ഇത്രയും ഗതികെട്ട ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇതിൽ കണ്ടതെന്ന് പറയുമ്പോൾ നല്ല സീനറി ഒക്കെ ആയിരുന്നു, നല്ല കാടും അതിനകത്തുള്ള ആ ഒരു സീനും എല്ലാം നല്ലൊരു കണ്ടിരിക്കാൻ തന്നെ ഒരു രസമായിരുന്നു. അതിന്റെ ക്യാമറ വർക്ക് ആണെങ്കിലും അതിന്റെ എല്ലാ ടോട്ടലി അതിന്റെ ടെക്നിക്കൽ വർക്ക് ആണെങ്കിലും എല്ലാം പുഷ്പ 1 എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര മാസമായിരുന്നു, സൂപ്പറായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഷ്പ 1 കൊണ്ട് അവരങ്ങ് നിർത്തിയിരുന്നെങ്കിൽ അതിന്റെ തട്ട് അവിടെ തന്നെ നല്ല രീതിയിൽ നിന്നേനെ. ഇപ്പൊ ഈ പുഷ്പ 1-നെ കളിയാക്കാൻ വേണ്ടി പുഷ്പ 2 എടുത്ത ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. കാര്യം അതിനെ കളിയാക്കിക്കൊണ്ട് ഇറക്കിയ ഒരു പാർട്ട് 2 അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഫൈറ്റ്, അതിനകത്തുള്ള ഫൈറ്റ് സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നളിയാ എന്തുവാണിത്, എ ക്ലാസ് വധം. ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതാണ് പറയാനുള്ളത്, എ ക്ലാസ് വധം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലു അർജുന് പേ പിടിച്ചെന്ന് വിചാരിച്ച് അമ്മാതിരി സാധനം. ആ ഒരു ഇത് പറയാം, അതിനകത്ത് ഒരു ഫൈറ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താണ് കയ്യും കാലും കെട്ടിയിട്ടൊക്കെ പറക്കുവാണ് അല്ലു അർജുൻ, കയ്യും കാലും ഒക്കെ കെട്ടിയിട്ട് പറന്ന് കിടക്കുന്നത്.
വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രാക്കുള പറയണ്ട കാര്യം എന്ന് വെച്ചാൽ ഡ്രാക്കുളയുടെ ആ പല്ലെങ്കിലും കണ്ടോണ്ടിരിക്കാൻ പറ്റും അതിനകത്ത്. ഇത് അതുമല്ല, ഇതൊരുമാതിരി ഒരു ആൾക്കാർക്കൊരു ഇത് തോന്നണ്ടേ അത് കണ്ടു കഴിഞ്ഞാൽ. ഇങ്ങനെ പറന്ന് കിടക്കുന്നു അതും കയ്യും കാലും കെട്ടിയിട്ടിട്ട്. ഇതും 10-15 വില്ലന്മാരെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് അടിക്കുവാണ്. അല്ലു അർജുന് പേ പിടിച്ചെന്നാണ് ഞാൻ ആ ഫൈറ്റ് സീൻ കണ്ടപ്പോ ഓർത്തതെന്ന് വെച്ചാൽ കടിയോട് കെട്ടി. വേറെ എന്ന് വെച്ചാൽ ഈ സിനിമയിൽ ആ ഫൈറ്റ് സീൻ അങ്ങോട്ട് പോട്ടെ, അത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്രാഫിക്സ്, ഇത്രയും കാശ് മുടക്കി എടുക്കുന്ന ഒരു സിനിമയുടെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് വൻ ശോകം, ഒന്നും പറയാനില്ല, വൻ ശോകം. ഇത്രയും സിനിമ എടുത്ത് ഇവർ ചെയ്യുന്ന എന്നാ നല്ല രീതിയിൽ ചെയ്യും. അതിനകത്ത് എടുത്തു പറയാനുള്ള വിക്രമനും മുത്തുവിനെ അവർക്ക് ഇച്ചിരി നല്ല രീതിയിലുള്ള വിഗ് വാങ്ങിച്ചു കൊടുക്കാൻ വയ്യായിരുന്നു. അതാ ഞാൻ ആലോചിക്കുന്നത്. നല്ല രീതിയിൽ എന്തായാലും അവർ ഇത്രയും പൈസ മുടക്കി എടുക്കും, നല്ല രീതിയിലുള്ള വിഗെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വയ്യായിരുന്നു. വില്ലന്മാരുടെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് പുഷ്പയിലെ വില്ലൻ ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് വാതർന്ന് പറഞ്ഞാൽ മതിയെന്ന് നമുക്ക് വിചാരിച്ചു പോയി. ഇതിനെക്കുറിച്ച് എടുത്തു പറയാൻ നമ്മൾ നല്ല രീതിയിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ പറയുവാണെങ്കിൽ പുഷ്പ 1 നമുക്ക് പാൽപായസമായിരുന്നെങ്കിൽ പുഷ്പ 2 നമുക്ക് പാഷാണമാണ്. അതിലും വലിയൊരു എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഈ 3.5 മണിക്കൂർ ഈ പാഷാണവും സഹിച്ചിരിക്കേണ്ട ഗതികേടെന്ന് പറഞ്ഞ ലോകത്ത് ഒരാൾക്കും വരരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അല്ലു അർജുനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും വർഷം കഷ്ടപ്പെട്ട് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നേരത്തെ അതിൻ്റെതായ ഒരു വാല്യൂ അതിന് കൊടുത്ത് അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലു അർജുന്റെ പല പടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാം ഒരു രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു വലിയ ഇതില്ലെങ്കിലും എന്തായാലും രസം ഉണ്ടായിരുന്നു കാണാൻ. പക്ഷെ ഇത് ഇവൻ അഭിനയിച്ച് താഴത്തോട്ട് പോവാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നന്നാക്കി ഇല്ലാണ്ടാക്കി. അതാണ് എനിക്ക് പറയാനുള്ളത്. തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്കും ഓരോ സീൻ കഴിയുമ്പോഴും എല്ലാവരും തമ്മിൽ നോക്കിയിരുന്ന് ചിരിക്കുമായിരുന്നു. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സൗണ്ടിന്റെ കാര്യം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ഓക്കെ ആയിരുന്നു. സൗണ്ട് ഓക്കെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അലർച്ചയും നമുക്കുള്ള അരോചകമായ ഒരു സൗണ്ട് ഒന്നും ഇതിനകത്തില്ല. കാര്യം അതിൽ നല്ല ഒരു രീതി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയേനെ. ആ ഒരു അവസ്ഥയാണ്. കാര്യം ആ സൗണ്ടിന്റെ ഒരു ഇതില് നമ്മൾ അവിടെ പിടിച്ചിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമ്മള് കരുതിയ പുഷ്പ ഇതല്ല ശരിക്കുള്ള പുഷ്പ. ആദ്യത്തെ പുഷ്പയായിരുന്നു ശരിക്കുള്ള പുഷ്പ, ഇത് പുഷ്പയല്ല. മറ്റേ ഏതോ ഒരു സിനിമയില് നമ്മുടെ സെലിംകുമാർ പറയുന്നത് ശരിക്കുള്ള ഞാൻ ഇതല്ല, ഞാൻ എവിടെയോ നല്ല ഫുഡൊക്കെ കഴിച്ച് ഏതോ ഒരു പണക്കാരന്റെ വീട്ടിൽ ഇരിക്കുന്നു പറഞ്ഞ പോലെ ആ ഒരു അവസ്ഥയായിട്ട്. അത് നമ്മള് കാണുന്നതെന്ന് പറയുന്ന പുഷ്പ കാശുകാരൻ പുഷ്പയാണ്. നമ്മുടെ ഒരു പണക്കാരനായ ഒരു പുഷ്പയാണ് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഈ പുഷ്പയുടെ ഒരു തോളിങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പാർട്ടില്. നമ്മളത് കണ്ടപ്പോഴത്തേക്ക് അത് വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ ഇതിനകത്ത് കുറച്ച് കാശ് കൂടി കഴിഞ്ഞപ്പോ പിന്നെ പുഷ്പയുടെ ഒരെല്ലും കൂടെ പൊങ്ങിയിരിക്കുന്ന പോലെ ഇച്ചിരി കൂടിപ്പോയി. എന്ന് വെച്ചാൽ ഈ എന്താ പറയത്തില്ല, വെച്ചുകെട്ടം എന്നൊക്കെ പറയത്തില്ല, ആ ഒരു ലെവലിലാണ് ആ ഒരു സീൻ. അതിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുമാതിരി ഓവറായിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം നമുക്കത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ വിഷയമില്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇത് ഒരുമാതിരി ഓവറാക്കി കളഞ്ഞു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിക്കൂനലിലെ ദിലീപിനെ പോലെയായി. ആ ഒരു ലെവലിലാണ് ഇച്ചിരി കൂടെ ഉയർന്ന് തോള്. പടത്തിലെന്ന് പറയുന്നത് ഈ പടത്തിൽ കണ്ടോണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് നോർമൽ, അത് പുള്ളിക്കാരൻ മറന്നു പോകുന്നതാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഈ തോള് പൊക്കൽ മാറ്റി നോർമലായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് അത് ഇനി ചില സമയത്ത് ഓർമ്മ വരുന്ന ഇത് പൊക്കിയേക്ക്. കാര്യം നമ്മൾ ഇത്രയും കാശ് മുടക്കി എടുക്കുന്ന പടമാണ്, ഇതിനായിട്ടൊരു കുറവ് വരുത്തണ്ടെന്ന് പറഞ്ഞ് ഇടക്ക് അങ്ങോട്ട് പൊക്കും. അതാണ് അവിടെ. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രേ ഉള്ളു പറയാനായിട്ട്. ടോട്ടലി നോക്കിക്കഴിഞ്ഞാല് പുഷ്പ 2 എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെ പറയാനോന്ന് അറിയത്തില്ല. കാര്യം ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ ഇനി ആൾക്കാരൊക്കെ എനിക്കെതിരെ വല്ല കമന്റ് ഇട്ട് കഴിഞ്ഞാല് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഒരു വിഷയമില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാനുള്ള കഥ മുഴുവനല്ലല്ലോ പറഞ്ഞേ, ഞാൻ അതിന്റെ റിവ്യൂ ചെയ്യുന്ന അത്രേ ഉള്ളൂ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി നോക്കുവാണെങ്കിൽ വലിയ സുമാറില്ല. കാണാൻ നമ്മൾ നമ്മൾ പുഷ്പ എന്ന് പറയുമ്പോൾ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് കാണാൻ പോവാതിരിക്കുന്നതല്ല. കാര്യം നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് ഫസ്റ്റിനെ അപേക്ഷിച്ച് അതിന്റെ അടിപൊളിയാണെന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കണ്ടിരിക്കുക, അത് ഓക്കെ, കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് പോകാണ്ടിരിക്കുക, എനിക്കത് പറയാനുള്ളൂ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.